പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത. സഖ്യനേതാക്കൾ നാളെ യോഗം ചേരും. ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികളുടെ അഭിപ്രായവും പരിഗണിക്കണമെന്നാണ് ആവശ്യം. ഇനി ഏകപക്ഷീയ നടപടികൾ ഉണ്ടാകില്ല എന്നാണ് രാഹുലിന്റെ ഉറപ്പ്. വിവരങ്ങളുമായി ആദർശ് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ആദർശേ, ഈ രാഹുൽ പെട്ടെന്നൊരു യു ടേൺ അടിക്കുന്നുണ്ട്. അതിന് പിന്നിലെ കാര്യം എന്താണെന്ന് ആദ്യം നമുക്കറിയണം. ഒപ്പം ഈ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ എന്താണ് കൂടുതൽ ഭിന്നത ഉണ്ടാകാനുള്ള കാരണം? എന്താണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ സംഭവിക്കുന്നത് ആദർശ്? അശ്വതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പാർലമെന്റ് നടപടികൾ സഭയ്ക്കുള്ളിൽ ബഹളം വെച്ച് തടസ്സപ്പെടുത്തുന്നതിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നു എന്നതാണ്. കാരണം കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു, അവർ ഏത് വിഷയത്തിലും ചർച്ച ചെയ്യാൻ സന്നദ്ധത അറിയിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത്. അത് ജനരോഷത്തിന് കാരണമാകുമോ എന്നുള്ള ഒരു ആശങ്ക, ആ ആശങ്ക ഇന്ത്യ സഖ്യത്തിലെ ചില ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് NCP നേതാവ് ശരത് പവാർ, അദ്ദേഹം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിച്ച നേതാവാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ ചില വിമർശനങ്ങൾ ഈ സഭാ നടപടികൾ ബഹളം വെച്ച് തടസ്സപ്പെടുത്തുന്നതിനെതിരെ ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേർന്ന് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കാം എന്ന് രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം നേരത്തെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ സമരത്തിൽ തന്നെ രാഹുലിന്റെ ഏകപക്ഷീയമായ നിലപാടാണ് അക്കാര്യത്തിൽ കാണാൻ കഴിയുന്നത് എന്നുള്ള വിമർശനം ഈ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു. സമാജ്വാദി പാർട്ടി അടക്കമുള്ള ഈ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്ക് രാഹുൽ സ്വീകരിക്കുന്ന പല നിലപാടുകളോടും കടുത്ത വിയോജിപ്പാനുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സഖ്യ നേതാക്കളുടെ യോഗം ചേർന്നതിന് ശേഷം പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാം, അതിനുശേഷം ആ ചർച്ചയ്ക്കനുസരിച്ചുള്ള തീരുമാനത്തിലെത്താം എന്നുള്ള ഒരു സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് FCRA വിഷയം, ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഈ പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി കൊണ്ടുവരുന്ന ബില്ലിലെ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുമ്പോൾ അത് ഭരണപക്ഷത്തിന് മേൽക്കൈ നേടുന്നതിനുള്ള അവസരമായി സഭ തടസ്സപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചാൽ ആ ഒരു സാഹചര്യം അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും എന്ന് ചില ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷി നേതാക്കൾ കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം നിലവിൽ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമീപനം അത് സ്വീകരിക്കുമ്പോൾ ആ സമീപനം പാർലമെന്റിൽ ഇനി ബഹളം വെച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ തുടരുകയാണെങ്കിൽ അതൊരു പക്ഷേ പ്രതിപക്ഷത്തിന് തിരിച്ചടിയായി മാറുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് അത് ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികൾ, പ്രത്യേകിച്ച് NCP, RJD അടക്കമുള്ള പാർട്ടികൾ കോൺഗ്രസിന് നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടതുപക്ഷ പാർട്ടികൾക്കാകട്ടെ കോൺഗ്രസ് പല കാര്യത്തിലും ഏകപക്ഷീയ നിലപാട് സ്വീകരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അഭിപ്രായമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളുടെ യോഗം നാളെ ചേർന്ന് പാർലമെന്റിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾക്ക് രൂപം നൽകുമെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നതും. അശ്വതി, ശരി ആദർശ്, വിവരങ്ങൾ വ്യക്തമാണ്. ഏതായാലും ഇന്ത്യ മുന്നണിയിൽ കടുത്ത ഭിന്നതയാണ്. രാഹുലിനെയൊക്കെ വരച്ച വരയിൽ നിർത്താൻ മറ്റ് മുന്നണികളൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഇടതുമുന്നണിയിൽ ഈ ഇന്ത്യ മുന്നണിയിൽ വലിയ ഭിന്നത എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ആദർശ് ഡൽഹിയിൽ നിന്നും പങ്കുവയ്ക്കുന്നത്.